ബാക്കിലോട്ട് പറക്കും. നാടിൻ്റെ ഭംഗി കണ്ടില്ലേ? നമ്മൾ പലപ്പോഴും അന്യനാട്ടിലുള്ള സ്ഥലങ്ങൾ കാണാൻ കാശ് മുടക്കി പോകും. പക്ഷെ തൊട്ടടുത്തുള്ള ഇതേപോലെയുള്ള സ്ഥലങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. ഞാൻ എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ പണ്ടേ ഇവിടെയുള്ള സ്ഥലമല്ലേ എന്നാ? ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷമല്ലേ ഇവനൊക്കെ ഇതൊക്കെ കാണുന്നത്. താണ്ട് അവിടെ ഒരു ചേച്ചി ഒറ്റയ്ക്ക് തോണി തുറഞ്ഞു വരുന്നുണ്ട്. ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ നാട്ടിൽ കാണാൻ സാധിക്കും. എന്തായാലും ഈ നാട്ടിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇപ്പോൾ തോണിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇവരോട് തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, ഈ നാടിനെ കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഇവരധികം ക്യാമറയിൽ സംസാരിച്ച് പരിചയമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, മുഴുവനുണ്ടല്ലോ അല്ലേ? 10 തവണ കുറവുണ്ടേ, ഞാൻ എത്തിച്ചേക്കാം. വിശ്വാസം അമ്പലത്തിൽ കൊടുക്കാനുള്ള താമസിക്കല്ലേ? എത്തിക്കാം. ഇതെന്ത് പറ്റിയ? ഓ, എന്താണെന്ന് അറിയാം. ഇതുവരെ കാണാത്തൊരു പ്രാണി, അത് കടിച്ച പ്രാണി. വല്ല ഉപ്പോ മഞ്ഞളോ വല്ല വരട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് സർക്കാരിൽ പിരിജോലി കിട്ടിയപ്പോൾ ഈ നാട് വിട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവനാണ് അവൻ്റെ അപ്പൻ. ഇത്ര ഭംഗിയുള്ള ആളാണെങ്കിലേ ഒരു കല്യാണമോ കഴിച്ച് വീടൊക്കെ വെച്ച് ഇവിടെ താമസിച്ചൂടെ? നാട്ടുകാരെ വിട്, ഇവിടെ ഉള്ളതിൻ്റെ ബന്ധുക്കളെങ്കിലും അറിയാമോ? എന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നാട്ടുകാരെ കാണിക്കാനാ? ലോങ് ആണിട്ട് നമ്മുടെ നാടിൻ്റെ ഭംഗിയും നമ്മുടെ നാട്ടുകാരെയും. ഒരു മനുഷ്യത്തുരുത്തി യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ട് എത്ര പേരാണ് അവിടെ പോയെന്നറിയോ? നിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്നലെ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാ സ്റ്റോറിയില്ലേ, അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു. അണ്ണനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അണ്ണാ, ഒരുപാട് ആൾക്കാരാണ് ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേജിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ അവരാരാന്ന് ക്ലിയർ ആയില്ല. ഞാൻ നല്ല ദൂരം നിന്നാണ് വീഡിയോ എടുത്തത്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, വല്ലപ്പോഴും ഈ നാട്ടിൽ വന്ന് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കാണണമെന്ന്. ഇന്നലത്തെ എൻ്റെ സ്റ്റോറിയിൽ തെങ്ങേറുന്ന പെണ്ണില്ലേ, അതാണ് തോന്നുന്നത് നിൽക്കുന്ന മീര. ആര് നേരത്തെ ഇവിടെ വന്നോ? നേരത്തെ പറയണ്ടണ്ണാ. ചേച്ചിയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. നേരത്തെ പിടികിട്ടിയില്ല. ആ കൊച്ചൊരു പാവം വെറുതെ ഉണ്ട്. പിന്നെ ഇവരെന്താ ഇങ്ങനെ? ഒരുപാട് പേരാണ് ഇവരാരാന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നാടിൻ്റെ ഭംഗിയെ കുറിച്ചൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വേണ്ടേ ഈ വീഡിയോ ഒന്ന് കണ്ടു. എല്ലാവർക്കും ഇവർ ആരാന്ന് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. അണ്ണൻ വിചാരിച്ചതൊരു ഒരു ചെറിയ വീഡിയോ പോയിട്ട് കിട്ടും. എന്തെങ്കിലും നടക്കണ അതങ്ങനെ ആരോടും സംസാരിക്കുന്നതല്ലേ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പിടിച്ച് വേറെ പണി കേട്ടോ. എന്തിനു മോളെ നിനക്ക് പറ്റിയത്? പച്ചമഞ്ഞളും തുളസിയിലും വേപ്പിലയും കൂടെ അരച്ച് ചോറുള്ള ഭാഗത്ത് അമ്മ പുരട്ടി തരാം. എന്തറിയില്ല, മുഴുവൻ ചൊറിയണ. ഒരു പ്രാണി കുത്തി എങ്ങനെ ചൊറിയൂ?
എനിക്കറിയില്ലമ്മ. എന്താണോ എനിക്കറിയില്ല. എൻ്റെ ഹേമോടുള്ളപ്പോൾ നിനക്ക് തന്നെ വേണ്ടേ? എന്തുമാത്രം പാടുപെട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നതെന്നറിയാം. പറഞ്ഞോ കൊച്ചിനെ കാക്കണേ. എന്റെ നാഗദൈവങ്ങളെ കാക്കണേ. എനിക്ക് ജഗൻചേട്ടനോടെ കൊണ്ട് തേങ്ങ കൊടുക്കണമ്മ. ആദ്യം ഇത് മാറട്ടെ, അത് പിന്നെ കൊടുക്കാം. എനിക്ക് വെള്ളത്തിലും പറ്റുന്നില്ല. തീരെ വയ്യമ്മ.